ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ക്ലാസ് കഴിഞ്ഞ് വന്ന പാടെയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒന്ന് സ്റ്റഡീസിലേക്കൊക്കെ കടക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്ന് ബോഡിയും സ്കിന്നൊക്കെ ഒന്ന് ക്ലിയർ അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയാണ്. ഭയങ്കര പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ഡെയിലി ഒന്നും ചെയ്യാറില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ പ്രോപ്പർ സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണിത്. എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അധികവും നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് വെച്ചിട്ട് തന്നെയാണ്. അതായത് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സ്കിന്നിന് ഇഷ്യൂസ് വരാറുണ്ട്. കറക്റ്റായിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാലങ്ങളായിട്ട് ചെയ്യുന്ന സ്കിൻ കെയർ തന്നെയാണ് ചെയ്തു പോകാറുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് ബോഡിയും സ്കിന്നും ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റഡീസിലേക്ക് കിടക്കുകയാണ്. ഇതെൻ്റെ ഒരു ഒരു ടു ഡു ലിസ്റ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. ഇപ്പം ഞാൻ ഈ ഒരു ബുക്കാണ് എൻ്റെ പഠിക്കാനായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. മുന്നേ ഞാൻ സ്റ്റിക്കി നോട്ട്സിലായിരുന്നു ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ എഴുതാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഇതിലേക്ക് മാറ്റാനായിട്ടുള്ള മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് ആകുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ടോപ്പിക് എഴുതുമ്പം അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ പറിച്ച് കളയണം. ഇതാകുമ്പം എല്ലാ ദിവസത്തെയും ടോപ്പിക് അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് പെൻഡിങ് ആയിട്ട് വരുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെ ആക്കിയതിന് ശേഷം പെൻഡിങ് വരുന്ന ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റാറുണ്ട്. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു സ്റ്റഡി വ്ളോഗ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി വ്ളോഗ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പം ഇനി ചെയ്യുമ്പോൾ എന്തായാലും സീരിയസ് ആയിട്ട് തന്നെ ചെയ്യാനായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അതിൻ്റെ എപ്പിസോഡ് 1 ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബയോളജി തന്നെയാണ് പഠിക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ കുറേ മുന്നേ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ളതൊന്നുകൂടെ റിവിഷൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി ChatGPT ഒക്കെ ഹെൽപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്ന നോട്ട്സ് ആയിരുന്നു. ഈ നോട്ട്സ് ഭയങ്കര പെർഫെക്റ്റ് നോട്ടാണ് കേട്ടോ. ഞാൻ തന്നെ എഴുതി പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സാണ്. അപ്പം ഞാനതൊന്നുകൂടെ റിവിഷൻ ചെയ്യുകയാണ്. എല്ലാ മാസത്തിലും ഇതുപോലെ സീരീസ് ആയിട്ട് സ്റ്റഡി വ്ളോഗ്സ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ മുന്നത്തെ പോലെ ഞാനിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ആൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ഇങ്ങനെ സ്റ്റഡി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ചെയ്യുന്നില്ല. ഓരോ മന്തിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് വീഡിയോസ് ആക്കി ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതാവും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ സ്റ്റഡി വ്ളോഗ്സ് ഇങ്ങനെ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിന് വേറൊരു റീസൺ ഉണ്ട്. ഞാനിപ്പോൾ അധികവും കമ്പൈൻ സ്റ്റഡി തന്നെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സീരീസ് ടൈപ്പിലുള്ള വീഡിയോസ് ആകുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറേ പേര് സ്റ്റഡി വ്ളോഗ്സ് തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സ്റ്റഡി വ്ളോഗ്സ് തന്നെ ചെയ്യാത്തതിന് കാരണം വേറൊരു റീസണും കൂടി ഉണ്ട്. എനിക്കധികവും ക്രിയേറ്റീവ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ ഞാൻ സ്റ്റഡി വ്ളോഗ്സൊക്കെ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കോണ്ടൻറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ആ ഒരു ടൈമിൽ പറ്റുന്ന കോണ്ടൻറ്റ്സ് ഒക്കെ ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ സ്റ്റഡി വ്ളോഗ്സ് തന്നെ ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ അൽഗോരിതം ആ ഒരു രീതിയിലായിരിക്കും വർക്ക് ആവുക. അതായത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനായിരിക്കും എൻ്റെ ചാനലിൽ സജഷൻ പോവുക. അങ്ങനെ ഒരു ദിവസം എനിക്ക് ജോബൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്റ്റഡി വ്ളോഗ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം എനിക്ക് എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടണമെന്നാണ് ആഗ്രഹം. അപ്പം യൂട്യൂബിൻ്റെ അൽഗോരിതം വല്ലാതെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെയാവും. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള വീഡിയോസ് ഞാൻ തുടക്കം മുതലേ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. സ്റ്റഡി വ്ളോഗ്സും എന്തായാലും ചെയ്യും, എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എന്തായാലും ചെയ്യും. എനിക്കറിയാം നിങ്ങൾക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്.
ഡെസ്ക് ഒന്ന് സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ഇരുന്ന് പഠിക്കാനായിട്ട് ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. അത് മാത്രമല്ല, ഞാൻ ഇത്രയും ടോപ്പിക്സൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ടോപ്പിക്സും ഇപ്പം തന്നെ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാത്രമാണ് ഇപ്പം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.